worship working in idol worships and temples and family worship. Not a one of them, being billions and billions, they cannot touch a single hair on your body. ഒരു വസ്തുത ഓർക്കണം, ജനത്തെ പ്രസംഗകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ 4 പ്രയോഗം ഉണ്ടെങ്കിലേ നമ്മുടെ ആളുകൾ സ്തോത്രം പറയും. Well, it's not fine for me to find fault with the preachers if only they speak about witchcrafts and demonic powers. Then only our people will shout a few hallelujah or praise the Lord. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഈ ബോധ്യം ഉണ്ടാകട്ടെ, എന്റെ വേലി എത്രത്തോളം പൊളിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന ലൂസിഫർ അല്ല ഞാൻ സേവിക്കുന്ന ദൈവമാണെങ്കിൽ അതിന്റെ സംരക്ഷണം ഞാൻ ആരാധിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലാണ്. You should understand that it is not Lucifer who wants to destroy my boundaries, but the Lord Jesus Christ who is preserving my boundaries. He is the one that I am serving. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ ചിന്തയോടെ തിരുവെഴുത്തുകളിലേക്ക് കടക്കാം. With this piece of thought, let us come to the word of God. വിശുദ്ധ തിരുവെഴുത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വേദഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. Over the last days we have been meditating on a particular word of God that we must be taking very seriously. മത്തായി 24 അധ്യായത്തിന്റെ 32 മുതൽ 42 വരെയുള്ള ഏറെ ശ്രദ്ധേയമായ ഒരു പ്രവചന ഭാഗം. A very specific prophetic word in Matthew chapter 24 verses 32 to 42. ഒന്ന് വായിച്ച് സഹായിക്കുക. അതോടൊപ്പം തന്നെ ഈ വസ്തുതകളുടെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒന്ന് ഓർപ്പിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാം. And please read it. After that I will be analyzing the political situation of the world in relation with it. മത്തായി സുവിശേഷം 24ന്റെ 32 മുതൽ 42 വരെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇത് ഒക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. വായിച്ചാട്ടെ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു നിമിഷം നിങ്ങൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ എന്നോട് ഇടപെടണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ പ്രതീക്ഷയോടെ തൃക്കാൽക്കൽ ഇരിക്കുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞ അങ്ങ് അവിടുത്തെ പുത്രന്റെ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി. Praise God and broke it. കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും when it was given to the hands of the disciples, അവർ വിളമ്പി കൊടുത്തതിനു ശേഷം 12 കൊട്ട നിറച്ചെടുക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ വായിക്കുന്നു. They distributed it and they had a leftover of 12 baskets. That's what we ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ പുൽപ്പുറത്ത് ഞങ്ങൾ ഇരിക്കുന്നു. Lord, we are sitting on the granary of the Spirit of the Lord. ഈ ഓഡിറ്റോറിയത്തിൽ മുറിവേറ്റ ഞങ്ങളുടെ നാഥന്റെ കരം ഇറങ്ങി വരണമേ. Oh, the nail-pierced hands of our Master, we want that hands to come down to this auditorium. അപ്പമായ തിരുവെഴുത്തുകൾ മുറിച്ചു വിളമ്പി അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. Lord, we ask you to distribute to us the word of God that is the bread of life. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ. We want to go home back with the leftovers. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus name. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറെ പ്രാവചനിക പ്രാധാന്യമുള്ള ഒരു വേദഭാഗമാണ് നിങ്ങൾ വായിച്ചു കേട്ടത്. What we have just heard is a very prophetically important message from the word of God. വിശുദ്ധ തിരുവെഴുത്തിൽ മത്തായി സുവിശേഷം 24, മർക്കോസ് 13, ലൂക്കോസ്
ലൂക്കോസ് 21 ഈ 3 വേദഭാഗങ്ങളിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നൽകിയ അനുഗ്രഹീതമായ ഒലിവുമല പ്രഭാഷണമാണ് ഈ വിഷയത്തിൽ ആധാരമായിരിക്കുന്നത്. Through Matthew chapter 24 and Mark chapter 13 and Luke chapter 21, the Lord has given us valuable information concerning his second coming, which is called the Mount Olive speeches. That's what we see here. ഈ പ്രഭാഷണം, മാളികമുറി പ്രഭാഷണം, ഒലിവുമല പ്രഭാഷണം, ഈ 3 പ്രഭാഷണങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൽ ഏറെ പ്രസക്തമാണ്. With regards to Jesus, the Sermon on the Mount, the Sermon on the Upper Room, and the Sermon on the Mount Olive are very important. പുനരാഗമനത്തിലേക്ക്, ദൈവസഭയുടെ ഉൽപ്രാപണത്തിലേക്ക് സമയമെടുക്കുമ്പോൾ അതിന് സമയമായോ എന്ന് എങ്ങനെ അറിയാം എന്ന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മുൻപിൽ വസ്തുതകളെ നിരത്തി വെച്ചുകൊണ്ട് കർത്താവോട് സംസാരിക്കുകയാണ്. When the disciples asked him how they would be able to come to know the time of his second coming, the Lord is giving them plenty of examples in an explanatory way in these chapters. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം ഒരു അപകടകരമായ ആക്സിഡന്റ് ആയി സഭയ്ക്ക് സംഭവിക്കണം എന്നല്ല യേശു ആഗ്രഹിച്ചത്. ദിവസവും സമയവും എന്ന 2 കാര്യങ്ങൾ നിശ്ചയമില്ലെന്നേ ഉള്ളൂ. കാലം വ്യക്തമായി നിശ്ചയമാക്കാം എന്ന് യേശു ഉറപ്പിച്ചു പറയുകയുണ്ടായി. Jesus didn't want his second coming to be an unexpected accident to the church. Well, the church does not know the exact day or the exact time, but the church knows everything about the age or the period when that is going to happen. ആ സംഭവം നടക്കുന്നതിന് മുൻപ് അടയാളമായി ഒരു ജനതയെ എടുത്തു കാട്ടിയിട്ട് ആ ജനതയുടെ ചരിത്രത്തിലെ ഗതിവിഗതികൾ, ഉയർച്ച താഴ്ചകൾ, വളർച്ച തളർച്ചകൾ, കുതിപ്പ് കിതപ്പുകൾ യേശുക്രിസ്തു തന്റെ പുനരാഗമനത്തിന് അടയാളമായി അവരുടെ മുൻപിൽ വയ്ക്കുകയാണ്. Having exposed the generation or a nation as a symbol or a sign language, the Lord told us to observe the ups and downs and the growth and perish of the particular nation to see as a sign to understand the time of the second coming of Jesus. ലോക ചരിത്രത്തെ ഇതിന്റെ പുറകിൽ നിന്ന് തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. The children of God who believe that there is the hand of God that is working behind the machinations of the history, I want you to praise God. ബാബിലോൺ സാമ്രാട്ടിൽ തുടങ്ങി മേദ്യപാർസി ആധിപത്യത്തിൽ തുടർന്ന് ഗ്രീസ് ആധിപത്യത്തിൽ തുടർന്ന് റോമൻ ആധിപത്യത്തിലൂടെ ലോക ചരിത്രത്തിലെ രാഷ്ട്രീയ ഭരണഗതി എവിടെ എത്തുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദാനിയേൽ പ്രവാചകൻ 2-ാം അധ്യായത്തിൽ സാമ്രാജ്യ ബിംബ വിശദീകരണത്തിലൂടെ നമ്മുടെ കൺമുൻപിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. 2600 years ago, Prophet Daniel in the book of Daniel chapter 2 has given us an exact explanation of how the political situations of the world changing from the Babylonians through the Media Persians and through the Romans, how the political situation of the world is going to change. 3 മഹായുദ്ധങ്ങൾ ചരിത്രത്തിൽ ഉത്ഭവിക്കുമെന്നും ആ മഹായുദ്ധങ്ങളുടെ ഒടുവിലത്തെ രംഗം യേശുക്രിസ്തുവിന്റെ തേജസ്സിലെ വരവായിരിക്കുമെന്നും വ്യക്തമായ സൂചന ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെഹെസ്കേൽ പ്രവാചകൻ 26-ാം അധ്യായത്തിൽ നൽകുന്നുണ്ട്. Prophet Ezekiel 2600 years ago in his prophetic book chapter 26 has given us, told us that 3 major world wars will be coming in the world, and in the end of the third world war the Lord Jesus Christ will come by. ഏകാധിപത്യത്തിന്റെ മുൾമുനയിൽ നിന്ന് ലോകത്തെ കിടുകിടവിറപ്പിക്കുന്ന ബാബിലോൺ സാമ്രാട്ടുക്കളുടെ ഭരണകാലഘട്ടത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുകയാണ്. During the time of the Babylonian Empire that was on the pinnacle of monarchy, our prophet was prophesying like this. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കയില്ല, ഞാൻ ഉയർന്നതിനെ താഴ്ത്തുകയും താണതിനെ ഉയർത്തുകയും ചെയ്യും, ഞാനതിന് ഉന്മൂലനാശം വരുത്തും, അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും, അവന് ഞാനത് കൊടുക്കും എന്നതാണ് പ്രവചനം. The Lord said that I will remove the dome and I will remove the crown from there. Those that is highly exalted, I will bring that down, and those that is on the earth, down I will be lifting it, and I will destroy the nations of the world until the one who is to take it back, it will remain nothing but nothing. അവകാശമില്ലാത്ത നീചന്മാർ ഈ മണ്ണിൽ ഭരിക്കാൻ വന്നിട്ടുണ്ട്. ലോകമേ, നീ അവരുടെ തലയിൽ പൊൻകിരീടം വെച്ചിട്ടുണ്ട്. എന്നാൽ അവകാശമുള്ളവൻ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ നീ അവന്റെ തലയിൽ വെച്ചത് പൊൻകിരീടമല്ല, ഒരു മുരുക്കിരീടമായിരുന്നു. Unworthy, undeserving, wicked people have ruled the world, and the world has given a golden crown on them, but the one who really deserves, the one who really owns this world came to the world didn't give a golden crown but
a crown of thorns. അവകാശമില്ലാത്ത നീചന്മാർക്ക് ഇരിക്കാൻ നീ പൊൻകസേരകൾ നൽകി, അവകാശമില്ലാത്ത ദുഷ്ടന്മാർക്ക് പിടിക്കാൻ നീ പൊൻചെങ്കോലുകൾ കൊടുത്തു. എന്നാൽ അവകാശമുള്ളവൻ ഇവിടെ വന്നപ്പോൾ നീ അവന് കൊടുത്തത് മരക്കുരിശാണ്. അവകാശമുള്ളവന്